കുരയ്ക്കുന്ന ഇങ്ങനെ പട്ടികൾ നമ്മൾ നടന്നു പോകുമ്പോൾ കുറെ പട്ടികൾ അവനൊക്കെ എന്നത്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? പുള്ളിക്കാരി ഒരു താത്തയാണേ. പുള്ളിക്കാരി ഞാൻ പറഞ്ഞു മടുത്ത്. എനിക്കിനി അവര് 1991 സെപ്റ്റംബർ 7 എന്റെ ജന്മം. അടിപൊളി. ടച്ചിങ്സ് ഒന്നും ഇല്ലടേ. ഞാൻ കഴിച്ച ഉണ്ടായിരിക്കും. മാജിക് മൊമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വേറൊരു വ്ളോഗർ ഇന്ന് ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പം കണ്ടേക്കുന്നു. അവനൊക്കെ എന്നത്തിനാണെന്ന് എനിക്കറിയത്തില്ല. അവൻ പറഞ്ഞേക്കുവാ രേണുസുതിയുടെ പപ്പ അടിക്കുന്നത് വേറെ കൂറ ബ്രാൻഡ്, രേണുസുതി വലിയ ലക്ഷറി ബ്രാൻഡ്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എൻ്റെ പപ്പ മദ്യപാനം നിർത്തി. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിർത്തിയതാണ് പപ്പ മദ്യപാനം. എൻ്റെ പപ്പ, മനസ്സിലായോ? ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? പപ്പ മദ്യപിക്കുമായിരുന്നു ആള്. ഞാൻ 3ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 34 വയസ്സുണ്ട്. 1991 സെപ്റ്റംബർ 7 എൻ്റെ ജന്മം. 34 വയസ്സിൽ തികഞ്ഞ് ഞാൻ സഞ്ചരിക്കുകയാണ് മുന്നോട്ട്. അപ്പം 3ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിലായിരിക്കും? എത്ര വർഷം മുമ്പിലായിരിക്കും പപ്പ ഇത് നിർത്തിയത്? അപ്പൊ ഇവനൊക്കെ ഈ പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പൊ അവരുടെ ഉദ്ദേശം റീച്ചാണ്. അത്രേ ഉള്ളൂ. ഇതിനെപ്പറ്റി എനിക്ക് അത്രേ ഉള്ളൂ പ്രതികരിക്കാൻ. പിന്നെ വേറൊരു വ്ളോഗർ, പുള്ളിക്കാരി ഒരു താത്തയാണേ. പുള്ളിക്കാരി ഞാൻ പറഞ്ഞു മടുത്ത്. എനിക്കിനി അവര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല. കാരണം കുരയ്ക്കുന്ന ഇങ്ങനെ പട്ടികൾ നമ്മൾ നടന്നു പോകുമ്പോൾ കുറെ പട്ടികൾ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കിയത്, നമുക്ക് നേരെ കുറെ പട്ടികൾ കുരച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കല്ലെറിഞ്ഞ് ഓടിക്കും, അത് പോകത്തില്ല. പിന്നെ ഒന്ന് പേടിപ്പിക്കും, പോകത്തില്ല. പിന്നെ നമ്മൾ ഓർക്കും എന്തെങ്കിലും കാണിക്കട്ടെ, കുറച്ചുകൊണ്ട് അവിടെ ഇരിക്കണം, നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ പോരെ. ഒരു കൈ അടിച്ചാലൊന്നും ഒച്ച കേൾക്കത്തില്ല, 2 കൈ കൂട്ടി അടിച്ചാലും ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോഴല്ലേ അവർ വീണ്ടും എടുക്കുന്നത്. പിന്നെ റീച്ച് അവർക്ക് കിട്ടുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ദേഹത്തേക്ക് അവരെന്നെ വന്ന് തല്ലിയാ എനിക്ക് ദേഹത്തേക്കും, അവരെന്തെങ്കിലും പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഇവരുടെ ഒരു ഹെഡിങ് ഞാൻ കണ്ടു, ഒരു തമ്പലിനോ എന്തോ പറയാം, തമ്പ് കണ്ടു. മാജിക് മൊമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് രേണുസുതിയെ എടുക്കുവാന്ന്. സന്തോഷമുള്ളൂ എനിക്ക്. അത്രയും വലിയൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എടുത്താൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ തികഞ്ഞ ഒരു മദ്യപാനിയോ ഒന്നും അല്ലെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം. ഞാൻ എൻ്റെ മനസ്സിൽ കള്ളങ്ങളൊന്നും നിൽക്കാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി? സുധിച്ചേട്ടനുള്ളപ്പം ക്രിസ്മസിന് ഞങ്ങൾ കുറച്ച് എല്ലാവരും ഫംഗ്ഷനൊക്കെ കസിൻസ് എല്ലാം കൂടുമ്പോൾ കഴിക്കും. അതാണ് പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് പൂർണ്ണ മദ്യപാനിയാണെന്നും ആവശ്യമില്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഇവമാർക്ക് പറയാം. അതിനകത്തൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ആ ഒരു കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞൊരു കാര്യം, ഞാൻ വോഡ്ക്കയാണ് അടിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ മാജിക് മൊമെന്റ് ആണെന്ന് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. അതെ. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരാള് എന്തായാലും വല്ലപ്പോഴും അടിക്കുന്ന ഒരാളല്ല, ഇത് സ്ഥിരം അടിക്കുന്ന ആള് മാത്രമാണ് ഇങ്ങനെ പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഈ കമന്റ് ഇടുന്നവരാണ് എനിക്ക് സ്ഥിരം കൊണ്ട് മദ്യം വോഡ്ക മേടിച്ചു തരുന്നതും സ്ഥിരം അടിക്കുന്നതും. അതെ, അത്ര ഞാൻ പറയുന്നുള്ളൂ. അതിനകത്ത് ഇപ്പൊ എന്ത് പറയാനാണ്? ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലാത്തവർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെതിരെ എഗൈൻസ്റ്റ് പറയുന്നവരല്ലേ ഈ കമന്റ് ഇടുന്നു. ഓക്കെ, ആയിക്കോട്ടെ. മാജിക് ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവര് പറഞ്ഞ സ്ഥിരം അടിക്കുന്നവരാണ്. ഞാൻ ബഹ്റൈനിലാണേലും ഞാൻ ദുബായിലാണേലും 2 സ്ഥലത്തും ഞാൻ പ്രൊമോഷൻ പോയത് ബാർ റെസ്റ്റോറന്റിലാണ്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാമല്ലോ. എന്താ ഞാൻ കുഞ്ഞു കൊച്ചാണോ അറിയാതിരിക്കാൻ? എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. അപ്പൊ എനിക്ക് പറയാമല്ലോ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇപ്പോഴും പറയാണ്. ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണ് എന്ന് ഞാൻ എവിടെയും പറയും. അതിന് ഞാൻ സ്ഥിരം മദ്യപാനിയാണെന്നല്ല പറയുന്നത്. ആ കമന്റ് ഇടുന്നവർക്ക് എന്ത് വിടാൻ, അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് ഞാനൊരു സ്ക്രിപ്റ്റ് തരാണ്. ഒരു കള്ളു കുടിക്കുന്ന ആളെ പോലെ അഭിനയിക്കണം. കുടിക്കുന്ന ആളെ പോലെയാണോ പെണ്ണിനെ പോലെ സ്ത്രീയെ പോലെ അഭിനയിക്കണം. അതായത് സ്ക്രിപ്റ്റ് ആണ് ഞാൻ തരുന്ന സ്ക്രിപ്റ്റ്. അഭിനയത്തിന് വോഡ്ക ഇല്ലല്ലോ ഇവിടെ. അവിടെ ഒരു ഗ്ലാസ് വെള്ളം പച്ചവെള്ളമാണേ. പച്ചവെള്ളം കുടിച്ചു നോക്കുന്നല്ലേ. പിന്നെ രേണുസുതി ഇന്റർവ്യൂവിൽ ഇടയ്ക്ക് മദ്യപിച്ചെന്ന് പറയും. ആദ്യം എന്താ പറയാ, മുകളിലേക്ക് ചേട്ടാ ചിയേഴ്സ് പറയും. സുധിച്ചേട്ടാ ഞാൻ എത്തിയെന്ന് പറഞ്ഞു. സുധിച്ചേട്ടാ ചിയേഴ്സ് ഒന്ന്. സ്ക്രിപ്റ്റ് ആണ്, അഭിനയമാണ്. അഭിനയമാണ്, അഭിനയം മാത്രം. ഇത് അഭിനയം. ചിയേഴ്സ്. അടിപൊളി. ടച്ചിങ്സ് ഒന്നും ഇല്ലടേ, മതി. ഓക്കെ. ഇനി രേണുസുതി റിയൽ ആയിട്ട് അടിക്കുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് നമ്മളുടെ കമ്പനിക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവരോട് വീട്ടിൽ ഇരുന്ന് അടിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചിയേഴ്സ് പറയും? ഫിനിഷ്. അപ്പൊ ശരി, ഓക്കെ, അത്രേ ഉള്ളൂ.
അതിനുശേഷം കലാപരിപാടികളൊന്നുമില്ല, ഡാൻസ് പാട്ട് അങ്ങനെ ഞാൻ കഴിച്ചു മിണ്ടാതിരിക്കത്തില്ല.